ഞാൻ ഷഹന ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് ഒരു സാറ്റർഡേ ആണ്. അപ്പം നമ്മൾ കരുതി ഒരു സിറ്റി വാക്കിന് പോവാമെന്ന്. ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറ് സിറ്റിയുടെ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ബസ്സിന് പോകാവുന്നതാണ്. ബിക്കോസ് ബസ് ഇറങ്ങി നടന്ന് കാണാൻ ഉള്ള ഡിസ്റ്റൻസിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച എല്ലാ സ്ഥലങ്ങളും ഉള്ളത്. അങ്ങനെ കാറൊക്കെ സിറ്റീൻ്റെ പുറത്ത് വെച്ച് ബസ്സൊക്കെ കയറി നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറയുടെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത്. കാരണം നമുക്ക് ആദ്യം പോകേണ്ടതും യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറയിലേക്കാണ്. പിന്നെ ഇന്ന് പോകുന്ന സ്ഥലങ്ങളിൽ മുൻപ് എഡിൻബറയിലായിരുന്നപ്പം ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നാണ് എൻ്റെ പ്ലാന്. അങ്ങനെ കുറച്ച് നടന്ന് യൂണിവേഴ്സിറ്റീൻ്റെ മുൻപിലെത്തി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും ചരിത്രപരവുമായ സർവകലാശാലകളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറ. 1583 സ്ഥാപിതമായ ഈ സർവകലാശാല 4 നൂറ്റാണ്ടുകളിലധികം പഴക്കമുണ്ട്. കൂടാതെ വിദ്യാഭ്യാസം, ഗവേഷണം, നവീകരണം എന്നിവയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് എഡിൻബറ. അതിൻ്റെ തന്നെ ഹൃദയഭാഗത്താണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. മെഡിസിൻ, ശാസ്ത്രം, എൻജിനീയറിംഗ്, ബിസിനസ്, നിയമം, ആർട്സ്, മനുഷ്യശാസ്ത്രം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ യൂണിവേഴ്സിറ്റിക്ക് മികച്ച അക്കാദമിക് പ്രശസ്തിയുണ്ട്. And it has been associated with many influential figures throughout history, including Charles Darwin, Alexander Graham Bell, and several Nobel Prize winners. സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ കാണാമായിരുന്നു. ആൻഡ് ഇതാണ് എഡിൻബറത്തെ ടൂറിസ്റ്റ് ബസ്. ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങളെല്ലാം ഒരേ ഒരു യാത്രയിൽ കാണാൻ കഴിയുന്നതിനാൽ ടൂറിസ്റ്റുകൾക്ക് ഇത് വളരെ സൗകര്യപ്രദമാണ്. മുകളിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നഗരത്തിൻ്റെ ഭംഗി മുഴുവൻ കാണാൻ പറ്റും. എഡിൻബറയിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് ഈ ഒരു സിറ്റി പരിചയപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണിത്. ആൻഡ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മൂക്കിലിങ്ങനെ തൊടുന്ന ഈ ഒരു സ്റ്റാച്യു ഇവിടുത്തെ വൺ ഓഫ് ദി ടൂറിസ്റ്റ് അട്രാക്ഷനിൽ വരുന്നതാണ്. ഇതാണ് ഗ്രേഫേഴ്സ് ബോബി സ്റ്റാച്യു. ബോബി എന്ന് പറയുന്നത് ഒരു നായാണ്. അതിൻ്റെ ഓണർ അല്ലെങ്കിൽ യജമാനൻ മരിച്ച സമയത്ത് ഏകദേശം 14 വർഷത്തോളം അവരുടെ ഈ ഒരു നായ അവരുടെ കുടീരത്തിൻ്റെ അടുത്ത് ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ ഈ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്രതിമ. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ നടന്ന് ദ ഫേമസ് എലിഫൻറ്റ് കഫേയുടെ മുന്നിലെത്തി. ഹാരി പോട്ടർ ഫാൻസിന് ഈ സ്ഥലം വളരെ സ്പെഷ്യലാണ്. കാരണം JK റോളിംഗ് ഈ കഫേയിൽ ഇരുന്നാണ് ഹാരി പോട്ടർ ബുക്സിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ എഴുതിയത് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഫേ ഹാരി പോട്ടറിൻ്റെ ജന്മസ്ഥലം എന്നും പറയാറുണ്ട്. എല്ലാ വർഷവും ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ഹാരി പോട്ടർ ഫാൻസ് ഈ സ്ഥലം കാണാനായിട്ട് വരാറുണ്ട്. പിന്നെ ഈ കഫേൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പം ചെറിയൊരു മ്യൂസിയം പോലെയാണ്. യു ക്യാൻ സീ lot of Harry Potter themed items inside. ഇതാണ് വിക്ടോറിയ സ്ട്രീറ്റ്. 1829 1834 ഇടയിലാണ് ഈ ഒരു സ്ട്രീറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആൻഡ് ഫോട്ടോഗ്രാഫ്ഡ് സ്ട്രീറ്റ് ഇൻ എഡിൻബറ ഇതാണ്. പ്രശസ്ത ശില്പശാസ്ത്രജ്ഞനായ തോമസ് ഹാമിൽട്ടനാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ രൂപകൽപ്പനയൊക്കെ ചെയ്തിട്ടുള്ളത്.
വളവുകളോടുകൂടിയ പ്രത്യേക ഡിസൈനും 2 വശത്തുമുള്ള ചരിത്രപ്രധാനമായ കെട്ടിടങ്ങളൊക്കെയാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകത. ഈ ഒരു സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത് എഡിൻബ്ര ഓൾഡ് ടൗൺ എന്ന യുനെസ്കോ പൈതൃക മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ഓരോ കെട്ടിടത്തിനും തെരുവിനും നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. പഴയ കാലത്ത് വ്യാപാരത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും ഒക്കെ ഒരു പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഈ പ്രദേശം. ഇന്നിത് എഡിൻബ്രയുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സ്ഥലങ്ങളിലൊന്നായിട്ടാണ് കാണപ്പെടുന്നത്. Die sind aber alle sowas von schick. അങ്ങനെ വിക്ടോറിയ സ്ട്രീറ്റിൽ നിന്ന് നടന്ന് താഴോട്ട് വന്നപ്പം നമ്മൾ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ കുറേ ഫുഡിൻ്റെ സ്റ്റോളുകളും പിന്നെ കുറേ ആൻറ്റിക്സൊക്കെ വെക്കുന്ന സ്റ്റോളുകളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കണ്ണടക്കിയത് അതിലൊന്നുമല്ല. ഈ കാണുന്ന ഒരു കോക്കനട്ടിൻ്റെ പീസസും ഒരു കോക്കനട്ട് വാട്ടറാണ് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര കൗതുകമായി. ഇതാണ് മേരീസ് മിൽക്ക് ബാർ ഐസ്ക്രീം ഷോപ്പ്. ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു ഐസ്ക്രീം ഷോപ്പിൻ്റെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാനൊരു വലിയ ഐസ്ക്രീം പേഴ്സണൊന്നുമല്ല, പക്ഷേ എന്നാൽ കൂടെ ഈ ഐസ്ക്രീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കാലമായിട്ട് കഴിച്ച ഐസ്ക്രീമുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഐസ്ക്രീം ഇതാണെന്ന്. അതിനുശേഷം നമ്മൾ നേരെ പ്രിൻസസ് സ്ട്രീറ്റിലേക്ക് പോന്നു. പോരുന്നതിൻ്റെ മുൻപ് ബസ് സ്റ്റോപ്പിൻ്റെ മുൻപിലൊരു ബുക്ക് സ്റ്റോൾ കണ്ടപ്പം നമ്മൾ അവിടെ ഒന്ന് കയറി. ദെൻ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളൊരു വാട്ടർ ബോട്ടിൽ വാങ്ങാമെന്ന് കരുതി ഒരു കടയിൽ കയറി. അപ്പം ഞാൻ ഈ ഒരു സാൻ പെല്ലിഗ്രിനോ സ്പാർക്ലിംഗ് വാട്ടറിൻ്റെ ബോട്ടിൽ കണ്ടു. ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേച്ചുറലി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുള്ള വെള്ളമാണ്. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സോഡയുടെ ഒരു ടേസ്റ്റൊക്കെയാണ് ഏകദേശം. പക്ഷേ സോഡയിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നതാണ്. ഇത് നേച്ചറിൽ നിന്ന് കിട്ടുമ്പോഴേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ പ്രിൻസസ് സ്ട്രീറ്റിലെത്തി. പ്രിൻസസ് സ്ട്രീറ്റിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് കഫേയാണ് വാട്ടർസ്റ്റോൺ കഫേ. ഈ കഫേ വരുന്നത് ഒരു വലിയ ലൈബ്രറീൻ്റെ ഉള്ളിലാണ്. പിന്നെ ഈ കഫേൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഈ കഫേയുടെ ഉള്ളിലിരിക്കുമ്പം നമുക്ക് എഡിൻബ്ര കാസിലിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നീതു. എനിക്കിവിടെ ആകെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അതിലെൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് നീതു. അവളും വന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു. കുറച്ച് ബുക്സൊക്കെ നോക്കി വളരെ നല്ല കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. അങ്ങനെ കഫേയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് നമ്മൾ ഈ ബെൻസ് കുക്കീസിൻ്റെ ഷോപ്പ് കണ്ടത്. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കുക്കി ഷോപ്പാണ്. നമ്മൾ കരുതി ഒന്ന് വാങ്ങി ട്രൈ ചെയ്യാമെന്ന്. ആൻഡ് അങ്ങനെ നമ്മളൊരു കുക്കി വാങ്ങി. പക്ഷേ നീതു ഒരു വലിയ ചോക്ലേറ്റ് ഫാനൊന്നും അല്ല. അതുകൊണ്ട് തന്നെ
നീതുവിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവളെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദെൻ അതിന് ശേഷം നമ്മൾ പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡനിൽ പോയി. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് റോസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഇവിടുത്തെ വൺ ഓഫ് ദ യുണീക്ക് അട്രാക്ഷനാണ് ഇവിടുത്തെ ഫേമസ് ഫ്ലോറൽ ക്ലോക്ക്. ഇത് ഒരുപാട് ചെടികൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലോക്കാണ്. 1903 ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫ്ലോറൽ ക്ലോക്കുകളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ആൻഡ് ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.